നിർദ്ദിഷ്ട ശബരി വിമാനത്താവള പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനല്ലെന്നും അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണെന്നുമുള്ള പാലാ സബ് കോടതി വിധി ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി. കഴിഞ്ഞ LDFന്റെയും UDFന്റെയും സർക്കാരുകൾ നിയോഗിച്ച 8ഓളം കമ്മീഷനുകൾ ഈ ഭൂമി സർക്കാരിന്റേതാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് 6 മാസത്തിന് ശേഷം നിലപാട് മാറ്റിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് പ്രൊഫസർ റോണി കെ ബേബി ആരോപിക്കുന്നു. അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഇത് സർക്കാർ ഭൂമിയാണ് എന്നായിരുന്നു. കേരള നിയമസഭയിൽ അദ്ദേഹം എഴുതി നൽകിയ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണ്. പക്ഷെ അതിനുശേഷമാണ് ഹാരിസൺ മലയാളം കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയുണ്ടായി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗവൺമെൻറ് നിലപാടുകൾ മാറ്റുന്നു, അവിടെ വിമാനത്താവളം വരുവാൻ വേണ്ടി പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിനുശേഷം റാന്നി MLA ആയിരുന്ന രാജു എബ്രഹാം നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഈ ഭൂമി ഹാരിസൺ മലയാളത്തിൻ്റെതാണ് എന്നാണ്. 6 മാസം മുമ്പ് ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് നിലപാടെടുത്ത മുഖ്യമന്ത്രി 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയാണ് എന്ന് നിലപാട് മാറ്റിയതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്തായിരുന്നു എന്ന് ഇപ്പോൾ പാലാ കോടതിയുടെ വിധിയോടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. 2015 സർക്കാരിന്റെ സ്പെഷ്യൽ ഓഫീസറായ ഡോക്ടർ MG രാജമാണിക്യം ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയായി കണ്ട് ഏറ്റെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ രേഖകളെല്ലാം പൂഴ്ത്തിവെച്ച് ഈ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സർക്കാർ നിലപാടെടുത്തു. രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞതാണ് പാലാ സബ് കോടതിയിൽ കേസ് തോൽക്കാൻ കാരണമായതെന്നും പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. പ്രത്യേകിച്ചും 2012 ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ എൻക്വയറി അവര് ഈ ഹാരിസൺ മലയാളത്തിന്റെ ആധാരം ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ ആധാരം മുഴുവൻ ഫോർജറിയാണ്, ആ ആധാരം മുഴുവൻ വ്യാജമാണ് എന്ന റിപ്പോർട്ട് സഹിതം അതൊന്നും കോടതിയിൽ സമർപ്പിക്കാതെ ആ കേസ് തോക്കുകയാണ്. വീണ്ടും അത് സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ ആ കേസ് തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ഇത് പാലാ കോടതിയിൽ വരുന്നത്. പാലാ കോടതിയിൽ കേസ് തോറ്റതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ അത് പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിന് അനുകൂലമായ വാദങ്ങൾ LDF സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ സ്വീകരിക്കാതിരുന്നുകൊണ്ടാണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉൾപ്പെടെ സർക്കാർ കേസ് തോറ്റുകൊടുത്ത് സർക്കാർ ഭൂമി കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുത്ത ശേഷം ഭൂമി വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെന്നും റോണി കെ ബേബി കുറ്റപ്പെടുത്തി. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇടത് സർക്കാരിന് മാത്രമാണെന്നും പ്രൊഫസർ റോണി കെ ബേബി പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.